അയ്യോ കാല വിടടാ, എനിക്ക് വേദനിക്കുന്നേ. ആ അമ്മേ, വിട്. എന്റെ കെട്ടിയും ചെറുതായിട്ട് എന്റെ കഴുത്തൊന്ന് പല്ലുകൊണ്ട് ടെസ്റ്റ് ചെയ്തതാ. അവന്റെ കൈ പിച്ചിയും മാതി തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും പാറ പോലെ ഉറച്ചു നിൽക്കുക. കഴുത്തിൽ നിന്ന് അവന്റെ പന്ന പല്ല് വേർപ്പെടുത്തിയത് ഞാൻ അവനെ പിടിച്ചു കളാൻ നോക്കി. എന്നാൽ പെട്ടെന്ന് തന്നെ എന്നെ അവൻ തിരിച്ചു നിർത്തി വാതിലേക്ക് ചേർത്ത് സ്റ്റിക്കറാക്കി. കഴുത്തൊന്ന് തടവണമെന്നുണ്ടെങ്കിലും അതിന് പറ്റാതെ ഡോറിൽ എന്നെ ഒട്ടിച്ചു നിർത്തിയേക്കുവാ കാലൻ. അതും പോരാഞ്ഞ് എന്നെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട്. എന്റെ ചക്കുളത്തമ്മേ, ഇനി ഇങ്ങനെ അന്യനായോ? എന്നാ പേടിക്കണം. അതെ, നിങ്ങൾ വേണമെങ്കിൽ അമ്പി അയക്കും, അതാ നിങ്ങൾക്ക് മാച്ച്. ഒരു വളിച്ച എളിയോടെ അങ്ങേരോട് പറഞ്ഞതും കാല എന്റെ ചുണ്ടി ഒരു ഉമ്മയും കൂടെ ഒരു ഫ്രീ ഗിഫ്റ്റ് പോലെ ഒരു കടിയും തന്നു. ഞാൻ നെട്ടിത്തരിച്ച് അങ്ങേരെ നോക്കിയതും കെട്ടി ഒരു പുഞ്ചിരിയോടെ വീണ്ടും എന്റെ ചുണ്ട് സ്വന്തമാക്കി. എതിർക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ലായിരുന്നു. കാരണം ആ സമയം ഞാൻ പേരറിയാത്ത ഏതോ ഒരു ലോകത്തായിരുന്നു. അതരങ്ങൾ പരസ്പരം തീവ്രമായ ചുംബന പോരാട്ടത്തിലായതിനാൽ ശ്വാസം ഇടയ്ക്കൊരു വിലങ്ങതടിയായി. അപ്പൊ തന്നെ ഞാൻ ജീവവായുവിന് വേണ്ടി പൊഴുതിയതും കാല എന്നെ അങ്ങയുടെ ഫ്രഞ്ച് കിസിൽ നിന്ന് മോചിപ്പിച്ചു. ഞാനും അങ്ങേരും ഒരുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കിതച്ച് എപ്പോഴാണെന്നറിയില്ല അങ്ങയുടെ നെഞ്ചിലോട്ടങ്ങ് ചാരി. പിന്നെ എല്ലാം നോർമലായതും ഞാൻ അങ്ങയുടെ നെഞ്ചത്ത് കിടക്കുകയും അങ്ങേരാ സുഖത്തിൽ എന്റെ തലയിൽ തഴുകുകയുമാണ്. കാലമാട കിട്ടിയ അവസരം മുതലാക്കുക. എന്റെ കഴുത്ത് കടിച്ചതിന്റെ ശിക്ഷയെ അവന്റെ നെഞ്ച് ഞാൻ കടിച്ചു പറിച്ച് തള്ളി താഴെയിട്ട് വാതി തുറന്ന് ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ ഓടി. അപ്പൊ തന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു, ഇവനെ സൂക്ഷിക്കണം. അച്ഛ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ, അവനെന്തായാലും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമല്ലോ, അപ്പൊ പറയാം. എടാ മോനെ ശബരിനാഥേ, നിനക്കുള്ള പണി റെഡിയായി. ഇന്ന് ഞാൻ അഭിനയിച്ചൊരു കലക്കും. നീ ഒറ്റൊരുത്തം കാണാൻ കഴുത്തിലെ പാട് കരുനിരിച്ച് കിടന്നത് കണ്ട് ദേവമ്മയുടെ മുന്നിൽ ഞാൻ നാണം കെട്ടും. എല്ലാത്തിനും കൂടെ ചേർത്തു ഒരു യമണ്ടം പണി നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് മോനെ. അങ്ങനെ ആ കുരങ്ങ് കഴിക്കാൻ വന്നിരുന്നത് ഞാൻ പറഞ്ഞ കാര്യം അച്ഛനങ്ങ് അവതരിപ്പിച്ചു. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല. ദേവമ്മയും ഞാനും അമ്പലത്തിൽ പോയപ്പോ എന്റെ കെട്ടുവിന്റെ ചീത്ത സമയമെല്ലാം മാറിക്കഴിഞ്ഞ് അമ്പലത്തിലെ കാവടി തുള്ളലിന് കവളി ശൂലം കുത്തി കാവടി തുള്ളിക്കൊള്ളാമെന്ന് വഴിപാട് നടത്തിയിരുന്നു. വഴിപാട് കാര്യം കേട്ടത് കെട്ടും വായിലേക്ക് തള്ളാനിരുന്ന ദോശ പ്ലേറ്റിലേക്ക് വെച്ച് അന്തം വിട്ട് അച്ഛനെ നോക്കി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാവോ? ഡാ, ഇതിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നിന്റെ ഭാര്യയും ദേവമ്മയും കൂടി ചേർന്നാണ് നിനക്ക് വേണ്ടി വഴിപാട് നടത്തിയത്. നീ ഇപ്പൊ ആരോഗ്യമേലം വീണ്ടെടുത്തില്ലേ? അതൊക്കെ അവരുടെ പ്രാർത്ഥനയുടെ ഫലമാ. പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ പഴയതുപോലെ തന്നെ ആരോഗ്യവാനാകും. അതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണെന്ന് പറഞ്ഞ എങ്ങനെ? കഷ്ടപ്പാട് എന്റെയും, ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിന്. കൊള്ളാലോ ശംഭു, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയില്ലേ നീ സമ്മതിക്കേ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കവൾ കുത്തിയിറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, ഈ പൊട്ടെ ഇത് മുടക്കാനുള്ള പുറപ്പാടില്ല. എങ്ങനെയെങ്കിലും ഇങ്ങനെ കൊണ്ട് സമ്മതിപ്പിച്ചേ മതിയോ? മോനെ ശബരി. ഹായ് ദേവമ്മ. ദേവമ്മ പറഞ്ഞ ഇങ്ങനെ കേൾക്കാതിരിക്കില്ല. കുടിക്കാനുള്ള വെള്ളം ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് ദേവമ്മ ശബരിക്കരികിലേക്ക് നടന്ന് അവന്റെ തലയിൽ പതിയെ തലോടി. നിനക്കിപ്പോ നല്ല കാലമല്ലെന്നാ നമ്പൂതിരിയച്ഛൻ പറഞ്ഞത്. നിന്റെ നല്ലതിന് വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനൊരു വഴിപാട് നടത്തിയത്. സത്യത്തിൽ മോന് വേണ്ടി ശത്രുസംഹാര പൂജ വല്ല ചെയ്യാമെന്നാ ഞാൻ കരുതിയത്. പിന്നെ അമ്മമ്മോള് പറഞ്ഞാണ് കവളി ശൂലം കുത്തി കാവടി തുള്ളിയ മോൻ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനും മോൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കാനും കഴിയുമെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ. ചിരിയോടെ ദേവമ്മ പറഞ്ഞു നിർത്തിയതും കാലന്റെ നോട്ടം എന്റെ നേർക്കായി. അങ്ങേർക്ക് മനസ്സിലായി മക്കളെ, ഞാനാണ് ഇതിന് പിന്നിലെന്ന്. എന്തായാലും തിരിച്ച് പണി കിട്ടും. അപ്പൊ പിന്നെ ഇങ്ങനെ കൊണ്ട് കാവടി തുള്ളിച്ചിട്ട് തന്നെ കാര്യം. ആ, ശാമ്പോട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആദ്യം കുറച്ച് പേടി കാണുമെങ്കിൽ മുരുകനെ മനസ്സ് ധ്യാനിച്ച് കാവടി തുള്ളിയ പിന്നെ ഈ പേടി ഏട്ടന്റെ അരികെ പോലും കാണില്ല. ഈ എന്നെ തന്നെ നോക്ക്. ഏട്ടന്റെ ദീർഘായുസിന് വേണ്ടി ഞാൻ ഒരു ദിവസത്തെ വ്രതമെടുത്തില്ലേ? അപ്പൊ ഇതും ഏട്ടനെ കൊണ്ട് പറ്റും. ഹോ, എന്റെ അഭിനയത്തിന് സിനിമയിൽ വല്ലതും ആയിരുന്നെങ്കിൽ എത്ര അവാർഡ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയേനെ. ആ, മോൾ ഇവന് വേണ്ടി വ്രതമെടുത്തിരുന്നു. ആ അച്ഛ, ഏട്ടന് അപകടമൊന്നും വരുത്താതെ ആയുസ് നീട്ടാൻ വേണ്ടി എടുത്തതാ. അത് നന്നായി. ഭർത്താവിന് വേണ്ടി ഇതുപോലൊക്കെ വ്രതമെടുക്കുന്നത് നല്ലതാ. ദേവമ്മയും എന്റെ സൈഡിൽ നിന്ന് പുകഴ്ത്തിയെങ്കിലും അന്ന് വ്രതത്തിന്റെ പേര് കുടിച്ച ജ്യൂസിന്റെ ഓർമ്മ ചുണ്ടേ വിരിഞ്ഞ ചിരിയെല്ലാം വന്ന പോലെ തന്നെ തിരിച്ചുപോയി. പിന്നെ കോപ്പാണ്. ഈ കാലിന് വേണ്ടി എന്റെ പട്ടി എടുക്കും വ്രതം. ശംഭു, എന്താ നിന്റെ തീരുമാനം? എല്ലാവരുടെ ആഗ്രഹമല്ലേ, ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല, നടക്കട്ടെ. അത് കേട്ടത് എന്റെ പ്ലാനിന്റെ ആദ്യപടി ഞാൻ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ തുള്ളിച്ചാണമെന്നുണ്ടെങ്കിലും ചുറ്റും എല്ലാവരും ഉള്ളതിന് എന്റെ സന്തോഷത്തെ ഞാൻ അടക്കി നിർത്തി. ദോശ കഴിക്കുന്നതിനിടയിൽ രണ്ട് കണ്ണുകൾ എന്നെ തല്ലിക്കൊല്ലാനുള്ള കലിപ്പിൽ നോക്കുന്നുണ്ടോ എങ്കിലും ഞാനത് പുച്ഛിച്ചു കിട്ടും. ഇനി എന്റെ പ്ലാനിന്റെ രണ്ടാമത്തെ പടി അതെന്റെ കെട്ടിയോ ശൂലം കുത്താൻ നേരത്തെ അറിഞ്ഞാൽ മതി. കാലിനിട്ട് കൊടുക്കാൻ പോകുന്ന പണിയെടുത്ത് ഞാൻ 5-6 ദോശ സന്തോഷത്തെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റി. അങ്ങനെ ഇന്നാണ് കാവടി തുള്ളൽ. കാലം മുണ്ടക്കി എടുത്ത് സുന്ദര കുട്ടപ്പനായി നിൽപ്പുണ്ട്. ഹാ, ഈ സുന്ദര മുഖത്തെ കവളൊക്കെ ശൂലം കുത്തി ഇറക്കി ഒരു വഴിയാക്കുമല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു മനസമാധാനം. എന്നെ കാണുമ്പോ അങ്ങയുടെ മുഖം വീർത്തിരിക്കും. നമുക്കിതൊക്കെ പുല്ലാണേ, പുല്ല്. ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുന്നതിന് എന്റെ വീട്ടുകാരെ പിന്നെ എന്റെ ചങ്ക മാളുവിനെയും വിളിച്ചു വരുത്തി. ശൂലം കുത്തുന്നതിന് പിന്നെ എന്റെ കറുത്ത കൈകളാണെന്ന് മാള് വളരെ വേഗം തന്നെ മനസ്സിലാക്കി. അവൾ
എന്നെ വഴക്ക് പറഞ്ഞില്ലെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞിട്ട് പോയി, ഈ ചെയ്തു കൂട്ടിയാനെല്ലാം തിരിച്ചടി കിട്ടാതെ നോക്കിക്കോന്നു. പിന്നെ എനിക്ക് എന്തോ കിട്ടാനാ, ഒരു ചുക്കും നടക്കില്ല. ശൂലം കുത്താൻ സമയമായതും ഒരാൾ വന്ന് എന്റെ കെട്ടുവിന്റെ കവിളിലൂടെ ശൂലം കുത്തിയിറക്കിയതും വേദന കൊണ്ട് അങ്ങേരെ അലറിക്കൂവി. ശൂലം കുത്തിക്കഴിഞ്ഞതും വാ തുറന്ന് വലിയവായി അലറി വിളിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഇനിയാണ് എന്റെ പ്ലാനിന്റെ രണ്ടാമത്തെ പടി. അത് വേറൊന്നുമല്ല, അടുത്ത ശൂലം കുത്തലാണ്. കവളി 2 ശൂലം കുത്തുന്ന കാര്യമാണ് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചത്. കേട്ടോ അത് തടയാൻ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ഞാൻ വേഗം തന്നെ ശൂലം കുത്തുന്ന ആളോട് സമയമില്ലാത്തന്നെ അടുത്തത് കുത്താൻ പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ രണ്ടാമത്തെ ശൂലം കുത്തുന്നതിനിടെ കണ്ണീര് കലർന്ന ചുവന്ന കണ്ണുകളോടെ എന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു എന്റെ കെട്ടിയൻ. ഹോ, ഇങ്ങയുടെ നോട്ടം കണ്ടാലേ അറിയാം ഇതെല്ലാം കഴിഞ്ഞ് എന്നെ കൈ കിട്ടിയ ഭസ്മ ആക്കുമെന്ന്. എന്തായാലും ഇങ്ങനെ എന്നെ ഉപേക്ഷിച്ച് ആ രേഷ്മയുടെ കൂടെ ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലല്ലേ. അപ്പൊ അതിലും നല്ലതല്ലേ ഇവനിട്ടൊരു പണി കൊടുത്തിട്ട് ഇവന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നത്. കുരുട്ടാണെങ്കിൽ അവന്റെ ആളിയന്റെ ശൂലം കുത്തലെല്ലാം വീഡിയോയിൽ പകർത്തുന്നതിലായിരുന്നു ശ്രദ്ധ. അങ്ങനെ പഞ്ചവാദ്യം, നാദസ്വരം തുടങ്ങിയ വാദ്യഘോഷങ്ങളോടെ എല്ലാവരും പാട്ടും പാടി കാവടി തുള്ളിക്കളിച്ച് നടന്നു നീങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം കവിളിലെ ശൂലം കുത്തിയെടുത്ത് വേദന മാറാൻ പോരാളിയും ദൈവവുമായി എന്തൊക്കെയോ പൊടിയും നാട്ടുവൈദ്യവും ഒക്കെ അരച്ചു ചേർത്താന് സംസാരിക്കാനൊക്കെ ഇപ്പൊ നല്ലതുപോലെ പറ്റുന്നുണ്ട്. എന്നാ ഇപ്പൊ അങ്ങേർക്ക് എന്നെ കണ്ണിന് കണ്ടൂടാ. എന്റെ കൈ കൊണ്ട് കൊടുക്കുന്ന അതിപ്പോ ചായ ആയാലും വെള്ളമായാലും അങ്ങേര് വാങ്ങിക്കില്ല. വാങ്ങിയില്ലെങ്കിൽ ഇപ്പൊ എനിക്കെന്താ. എന്നാൽ എന്നെ ചൊടിപ്പിക്കുന്ന പ്രശ്നം വേറൊന്നുമല്ല, ഇങ്ങനിപ്പൊ എന്നെ ഒന്ന് ചൊറിയാൻ പോയിട്ട് ആ നാവ് എനിക്ക് നേരെ ചലിക്കുന്നില്ല എന്നതാണ്. കെട്ടിയും മൗനവ്രതത്തിലാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസമായി. കല്യാണത്തിനടുത്ത ലീവൊക്കെ തീർന്ന് നാളെ തൊട്ട് അങ്ങേര് കമ്പനി പോവുക. ഞാൻ അങ്ങേരെ കുറിച്ചുള്ള ചിന്തകളെ അകറ്റി നിർത്തി കയ്യിൽ കിട്ടിയ മാസിക എടുത്ത് വായനയിൽ മുഴുകി. അമ്മോ, കെട്ടിയന്റെ വിളി കേട്ട് ആദ്യം ഞെട്ടിയെങ്കിലും ഞാൻ എന്താണെന്ന രീതിയിൽ പുരികമുയർത്തി ചോദിച്ചു. നാളെ നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എവിടേക്കാ എന്തിനാണെന്നൊന്നും ചോദിക്കണ്ട, ഞാൻ പറയില്ല. എല്ലാം അവിടെ ചെല്ലുമ്പോ മനസ്സിലായിക്കോളും. എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ. അത്രയും പറഞ്ഞ് എന്റെ മറുപടി പോലും കാത്തു നിൽക്കാതെ അങ്ങേരെ റൂമിൽ നിന്ന് ഇറങ്ങി. എന്റെ ഊഹം ശരിയാണെങ്കിൽ നാളെയാണ് കെട്ടിയോ എന്നെയും കൊണ്ട് ബീച്ചിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നാളെയാണ് ഞാൻ കാത്തിരുന്ന ആ ദിവസം. അങ്ങേര് പറഞ്ഞത് ശരി, എല്ലാത്തിനും ഒരു അവസാനം നാളെ തന്നെ കണ്ടേക്കാം. ഈ ഐസ്ക്രീമിന് എന്താ ടേസ്റ്റ്. ഇതുണ്ടാക്കിയ ആളോട് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോവാം. ഐസ്ക്രീം തീർന്നതും എന്റെ അടുത്തിരിക്കുന്ന കെട്ടിയോനെ നോക്കി. ഇപ്പോഴും കടലമ്മയെ തന്നെ വായി നോക്കിയിരിക്കുക. ഇങ്ങനെതെന്തോന്നും ഒരുമാതിരി വിരഹ കാമുകനെ പോലെ. ഞാൻ ബീച്ച് ചുറ്റും വന്ന് നിരീക്ഷിച്ചു. കുറച്ച് പ്രണയിതാക്കൾ കൈ കൊടുത്ത് കണ്ണും നോക്കി റൊമാൻസ് കളിക്കുന്നു. കല്യാണം കഴിഞ്ഞ യുവമിഥുനങ്ങൾ മുടിഞ്ഞ സെൽഫി എടുക്കൽ. പിന്നെ കുറച്ച് കുട്ടികൾ കടലിൽ കളിക്കുകയും മണ്ണ് വെച്ച് വീടൊക്കെ ഉണ്ടാക്കുന്നു. ഭാവിയിലെ എഞ്ചിനീയർ ആണെന്ന അതിന്റെയൊക്കെ വിചാരം. കുറെയായി വന്നിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും ആ രേഷ്മ മാത്രം വന്നില്ല. ഇവളിനി വരില്ലേ. കെട്ടിയോനാണ് ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാനെന്നൊരാൾ ഇവിടെ ഇല്ല എന്ന രീതിയിലാണ് ഇരിപ്പ്. എന്തായാലും എന്നെ ഉപേക്ഷിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ ഇന്ന് ഇങ്ങയുടെ ഹെലൻ ഓഫ് സ്പാർട്ടൈം എല്ലാം ഇന്ന് അടിച്ചു പൊളിച്ചിട്ട് ഞാൻ പോകും. ചുമ്മാ വാന നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ഒരു ചെറുക്കം കൂടിയുള്ള പെണ്ണിന് ചുറ്റുമൊന്ന് നോക്കിയിട്ട് ആരും നോക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവിടെ കവളി ഒരു ഉമ്മ നൽകി. ആ പെണ്ണാണെങ്കിൽ നാണിച്ച് അവനിലേക്ക് ചേർന്നിരുന്നു. അറിയാതെ തന്നെ എന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവരുടെ പ്രണയം എന്റെയും ശംഭൂസ് എന്ന എന്റെ മാത്രം ശബരിയുടെയും പ്രണയദിനങ്ങളെ കൊണ്ടെത്തിച്ചു. എറണാകുളത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആയുർവേദ നഴ്സായിരുന്നു ഞാനും ആളും. ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് എന്റെയും ശംഭൂസിന്റെ ആദ്യ എൻട്രി. മസിലിൻ ചിരിക്കുമ്പോഴുണ്ടാകുന്ന നുണക്കുഴിയും അവന്റെ ഹെയർ സ്റ്റൈലും ഒക്കെ കണ്ടതും ഞാൻ ഉറപ്പിച്ചു അവനാണ് എന്റെ ഡ്രീം ബോയ് എന്ന്. എന്നെ പോലെ തന്നെ ശംഭൂസിനെ വായി നോക്കി ഒരുത്തിയും കൂടെ ഉണ്ടായിരുന്നു എന്റെ അരികെ, മാളുക്കോഴി. അവളുടെ വായ്നോട്ടത്തിന് ഒരറുതി വരുത്തി ശംഭൂസിനെ വേഗം തന്നെ അവളുടെ ജനിക്കാതെ പോയി ബ്രദറാക്കി മാറ്റി ഞാൻ. പെണ്ണാദ്യം സമ്മതിച്ചില്ലെങ്കിലും ശംഭൂസ് എനിക്ക് അസ്ഥിക്ക് പിടിച്ചതാണെന്ന് മനസ്സിലായതോടെ അവൾ വേറൊരാളെ തപ്പി നടന്നു വായി നോക്കാൻ. ശംഭൂസിന്റെ ഒരു നോട്ടത്തിനെ കുളിക്കാതെ സ്പ്രേ അടിച്ച് ജോലിക്ക് പോകുന്ന ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉറക്കപ്രാന്തിയായ മാളുവിനെയും കുത്തിപ്പൊക്കി ബസ് സ്റ്റോപ്പിൽ നേരത്തെ തന്നെ വന്ന് നിൽക്കാൻ തുടങ്ങി. എന്നാൽ ശംഭൂസിന്റെ മെഴികൾ ഒരിക്കലും എന്നെ തേടി വന്നിട്ടില്ലായിരുന്നു. ആ വിഷമത്തിൽ ക്രിസ്മസിന് മാളു അവളുടെ പപ്പയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വൈൻ ഞാൻ ആ രാത്രി തന്നെ കുടിച്ച് കാലിയാക്കി അത് വെള്ളം ഒഴിച്ച് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞു കെട്ടി അവളുടെ ബാഗിൽ തന്നെ വെച്ചു. അതൊക്കെ ഒരു കാലം. പിന്നെ ക്രിസ്മസ് അവധി കഴിഞ്ഞു വന്ന് അവൾ എന്നെ കുറെ ചീത്തയും വിളിച്ച് എന്റെ മുതുകിൽ 2-3 എണ്ണം അറഞ്ചും പുറഞ്ഞമായി തല്ലിയും ലാസ്റ്റ് സഹിക്ക് വയ്യാതെ അവളുടെ ഒരു ദിവസത്തെ ചെലവും മുഴുവൻ ഏറ്റെടുത്തിട്ടാണ് അവളുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങിയത്. പിന്നെ ശംഭൂസ് ജാടക്കാരനാണെന്ന് കരുതി വായി നോക്കുന്നത് നിർത്തി. പിന്നെ പഴയ പോലെ കുളിക്കാതെ നനയ്ക്കാതെയും പോക്ക് വാരിപ്പൂശി താമസിച്ചൊക്കെയായിരുന്നു ജോലിക്ക് പോക്ക്. ഇടയ്ക്കെപ്പോഴാണെന്നറിയില്ല ശംഭൂസ് എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് മാളുവിന്റെ കണ്ണിപ്പെട്ടിരുന്നു. ഒളി കണ്ണിട്ട് നോക്കിയപ്പോൾ അവൾ പറഞ്ഞത് സത്യമാ. അപ്പൊ പിന്നെ സ്പ്രേ മാറ്റി വെച്ച് കുളിക്കാൻ തുടങ്ങി. ഞാൻ അവനെ നോക്കാത്തോണ്ടാകും അവനിപ്പോ ചാടൊക്കെ മാറ്റിവെച്ച് ഇപ്പോഴെന്റെ ചോര ഊറ്റി കുടിക്കുന്നതെന്ന നിഗമനത്തിൽ ഞാനെത്തി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സഹിക്ക വയ്യാതായപ്പോ ലാസ്റ്റ് ശംഭു എന്നെ പ്രൊപ്പോസ് ചെയ്തു. എന്റെ മറുപടി ചോദിച്ച ശംഭൂസിനോട് ഞാൻ തിരികെ ഒരു മറുചോദ്യം ചോദിച്ചു. അത് കേട്ട് ശംഭൂസ് ഞെട്ടി. എന്താ നിങ്ങളുടെ പേര്? ഇത്രയേ ഞാൻ ചോദിച്ചുള്ളൂ.
പിന്നല്ലാതെ എനിക്ക് മാളുവിന് വായി നോക്കാനല്ലേ അറിയും. അല്ലാതെ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും കളക്ട് ചെയ്യാൻ ഞങ്ങൾ മെനക്കെടാറില്ല. പക്ഷെ ശാംപൂസിന്റെ കാര്യത്തിൽ ഞാൻ ഡീറ്റെയിൽസ് തപ്പാൻ മാളുവിനെ ഏൽപ്പിച്ചെങ്കിലും അവൾ അത് നെവർ മൈൻഡ് ചെയ്തു. അങ്ങനെ എനിക്കും തിരിച്ച് കൊച്ചു കൊച്ചു ഹോത്തായുള്ള കാര്യം ഞാനും നാണത്തോടെ ശാംപൂസിനോട് വിളമ്പി. അങ്ങനെ പേരും ഊരും പാസ്റ്റും പ്രസന്റും എല്ലാം എനിക്ക് മുമ്പിൽ വെളിപ്പെടുത്തി. അതുപോലെ തന്നെ അങ്ങയുടെ ഓലക്കമ്മേലെ ഒന്നിനും കൊള്ളാത്ത എക്സിലാവും. ആ, അതൊരടഞ്ഞാത്തേയമാണെന്നാ ഞാൻ വിചാരിച്ച്. അവരെങ്ങനെയാണ് പിരിഞ്ഞതെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ബട്ട് അവൾ തേച്ചു എന്ന് മാത്രം പറഞ്ഞു. പിന്നെ എനിക്കും അങ്ങനെ കാര്യകാരണങ്ങൾ അറിയാൻ വലിയ ത്വരയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങളങ്ങോട്ട് പ്രണയം അടിച്ചു പൊളിക്കുമല്ലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ചാടിയുള്ള നൈറ്റ് ഡ്രൈവ്, ബീച്ചിലൂടെയുള്ള പ്രണയ സലാപങ്ങൾ, പിന്നെ തിയേറ്ററിലെ റൊമാൻസ് ഒക്കെ രേഷ്മയുടെ ആഗമനത്തോടെ ഇല്ലാതായി. വെറും 2 മാസമുള്ളതാണ് ഞങ്ങളുടെ റിലേഷൻ. ഒരു അൺനോൺ നമ്പറിലെ ആ കോളിൽ രേഷ്മയ്ക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്നതിന് ബീച്ചിലേക്ക് വരാൻ പറഞ്ഞു. ശംഭൂസിന്റെ പഴയ കാമുകിയാണ് വിളിച്ചതെന്ന് കേട്ടപ്പോൾ ഞാനൊന്നും ഞെട്ടിയെങ്കിലും രേഷ്മ നല്ല രീതിയിലാണ് എന്നോട് സംസാരിച്ചതൊക്കെ. ബീച്ചിൽ വന്നവളുടെ ഡ്രസ്സിംഗ് രീതി കണ്ടപ്പോൾ മനസ്സിലായി ഏതോ പട്ടിക്കാട്ടിൽ നിന്ന് വന്നതാണെന്ന്. കാരണം അവളുടെ ജാമ്പവാന്റെ കാലത്തുള്ള ചുരിദാറും എണ്ണ തേച്ച് കുളിപ്പിച്ചേക്കാവുന്ന മുടിയും നെറ്റി വലിയൊരു ഭസ്മക്കുറിയും. എന്നാൽ അവൾ പറഞ്ഞു തുടങ്ങി കാര്യങ്ങൾ കേട്ട് ഞാൻ ഷോക്കായി. അമൃത, ഞാൻ തന്റെ കാല് പിടിക്കാം. എനിക്ക് എന്റെ ശബരിയേട്ടനെ തിരിച്ചു തരണം. ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ശബരിയേട്ടൻ ഞാനുമായി പിരിഞ്ഞത്. ഇവിടെ വന്ന് ശബരിയേട്ടനെ തിരികെ ഇറങ്ങിയപ്പോഴാണ് അമൃതയുമായിട്ട് പ്രണയത്തിലായ കാര്യം ഞാൻ അറിഞ്ഞത്. പിരിയുന്ന ദിവസം എന്നോടുള്ള വാശിക്ക് പറഞ്ഞിരുന്നു എന്നെക്കാളിലും നല്ലൊരു പെൺകുട്ടിയെ പ്രേമിച്ച് എന്റെ മുന്നിലൂടെ കൊണ്ടുപോകുമെന്ന്. എന്നാൽ ഞാനത് അപ്പോഴത്തെ വാശിപ്പുറത്ത് പറഞ്ഞതായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ നിങ്ങളെ ഇരുവരെയും പലയിടത്തും കണ്ടതോടെ മനസ്സിലായി എന്നോട് വാശിക്ക് പറഞ്ഞതാണെങ്കിലും ഏട്ടനത് നടപ്പിലാക്കിയെന്ന്. അമൃത, എനിക്കറിയാം തനിക്ക് ശബരിയേട്ടൻ ജീവനാണെന്ന്. എന്നാൽ ശബരിയേട്ടൻ തന്നെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നത്. ഇപ്പോഴും ഏട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഏട്ടൻ തന്നെ കഷ്ടപ്പെട്ടാണ് സ്നേഹിക്കുന്നത്, അതും എന്നോടുള്ള വാശിക്ക്. അതിനെ ഒരിക്കലും പ്രണയമെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ശബരിയേട്ടനെ കണ്ടിരുന്നു. എന്നെ തേപ്പുകാരി എന്ന രീതി ഒത്തിരി തരം താഴ്ത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. കരയുകയല്ലാതെ തിരിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. അവൾ ശംഭൂസിനെ കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇവളോടുള്ള വാശിക്കായിരുന്നു എന്നെ സ്നേഹിച്ചത്. ഇവളെ കാണിക്കാനായിരുന്നു എല്ലാം. അപ്പൊ പ്രണയമല്ലേ എന്നോട്? അങ്ങയുടെ വാശിക്ക് വേണ്ടി ഉപയോഗിച്ചൊരു വസ്തു. അമൃത, ഓരോന്നാലോചിച്ച് തല പെരുക്കുന്നതിനിടയിലാണ് രേഷ്മ വിളിച്ചത്. അമൃത, എനിക്കറിയാം തനിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. ഞാൻ വേണ്ട, നിർത്ത്. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് കാരണത്താലാ പിരിഞ്ഞത്? അത് എന്റെ വീട്ടിൽ ആരോ ഞങ്ങളുടെ കാര്യം വിളിച്ചു പറഞ്ഞു. അതിനാൽ അച്ഛൻ വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ശബരിയേട്ടനോട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം പറഞ്ഞ പുള്ളി എന്നെ മാരേജ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തും. ഒരിക്കൽ അതെന്നോട് പറഞ്ഞിട്ടുമുണ്ട്. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകുമെന്ന്. ഞാൻ എങ്ങനെയെങ്കിലും വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ നാട്ടിൽ പോകുവാണെന്ന് പറഞ്ഞ് സ്പോട്ടിൽ തന്നെ എന്തിനാ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. വീട്ടിലെ പ്രഷറും എല്ലാം കൂടി എനിക്കാകെ കലിച്ചു കയറിയപ്പോൾ ഞാനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ആ വാശിക്ക് ഇയാളുമായിട്ട് ശബരിയേട്ടൻ ഇഷ്ടത്തിലായി. നാട്ടിൽ വന്ന് എല്ലാം സെറ്റാക്കി തിരിച്ചു വന്നപ്പോൾ എന്റെ സ്ഥാനത്ത് ശബരിയേട്ടന്റെ കൂടെ താനായി. നിറഞ്ഞ കണ്ണുനീരിനെ തുടച്ച് അവൾ പറഞ്ഞു നിർത്തിയതും എന്റെ തൊണ്ടക്കുഴിയിലെ വിങ്ങൽ പുറത്തേക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ച് അവളോടൊന്നും മിണ്ടാതെ അവിടെ നിന്നിറങ്ങി. എന്റെ മനസ്സിൽ ശംഭൂസിന്റെ മുഖം പഴയ കാമുകിയോടുള്ള വാശിപ്പുറത്ത് സ്നേഹിച്ച ചതിയന്റെ രൂപത്തിലായി. മാള് കുറെ തവണ ശബരിയേട്ടനെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞെങ്കിലും അവനോടുള്ള വെറുപ്പ് പറ്റില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. ശംഭൂസ് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തെങ്കിലും ഒന്നിനും റിയാക്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ലാസ്റ്റ് ശംഭൂസിന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ഒരു വാശിപ്പുറത്ത് നിങ്ങൾക്ക് എന്നോട് തോന്നിയ പ്രണയം എനിക്ക് വേണ്ട, ഗുഡ് ബൈ. അന്ന് തന്നെ അവനുമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നമ്പറും എല്ലാം ബ്ലോക്കും ഡിലീറ്റും ചെയ്ത് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി വേറൊരിടത്തേക്ക് പറിച്ചു നട്ടു. ഹായ് ശബരി, വന്നിട്ട് ഒരുപാട് നേരമായി. ഒരു പെൺശബ്ദം കേട്ട് ഞാൻ ഓർമ്മകളിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ആ പെൺശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയാണോ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത് ആ ആളുടെ നിൽക്കുന്നു. എന്നാൽ അവളുടെ വസ്ത്രധാരണ രീതിയിലാണ് ഞാൻ കൂടുതൽ ഞെട്ടിയത്. പട്ടിക്കാട് വേഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നരച്ച സാരിയൊക്കെ എടുത്ത് ഒരു തനി ദാരിദ്ര്യ ലുക്ക്. എണ്ണമയമില്ലാത്ത പാറിപ്പറന്ന് കിടക്കുന്ന മുടിയിഴകൾ, കൊഴിഞ്ഞ കണ്ണുകൾ, കരുവാളിച്ച മുഖം. രേഷു, ഞങ്ങൾ വന്നിട്ട് ഒരു 10-15 മിനിറ്റായി. അങ്ങനെ ഒരു രേഷു തേനൊലിക്കുവാണല്ലോ. വിളിക്കുമ്പോ കാലം. ഞാനിവിടെ നിൽക്കുന്നത് ബോധം രണ്ടിനുമില്ലാതെ വീടും എന്തൊക്കെയോ സംസാരിക്കുക. ഇവർക്ക് സംസാരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചുകൊണ്ടുവന്നത്? അല്ലെങ്കിൽ എനിക്കെന്താ, അവര് പരസ്പരം സ്നേഹിക്കുന്നവർ, ഞാനോ പുറംപോക്കും. ഹായ് അമൃത, താനെന്താണോ മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പുഞ്ചിരിയോടെ ചോദിച്ച അവൾക്ക് മറുപടിയായി ഞാൻ പുച്ഛിച്ച് തന്നെ ഉത്തരം നൽകി. അല്ല പിന്നെ, അങ്ങയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്നെ കാണാതെയാണ് അവർ രണ്ടെണ്ണത്തിന്റെ സംസാരം. എന്നിട്ട് ആരെയും ബോധിപ്പിക്കാൻ എന്ന പോലെ താൻ എന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന്. ഓ സോറി, ഒത്തിരി നാളുകൾക്ക് ശേഷമല്ലേ ഞാൻ ശബരി കാണുന്നേ, അതാ തന്നെ ശ്രദ്ധിക്കാതെ പോയത്. ഓഹോ, കണ്ടിട്ടില്ലെങ്കിൽ എന്താ, സദാസമയം ഫോൺ വിളിയുണ്ടല്ലോ, അത് പോരെ. എന്നാൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കേ, ഞാൻ ആ കോഫി ഷോപ്പിൽ കാണും. അതും പറഞ്ഞ് അങ്ങനെ ഒറ്റ പോക്ക്.
അല്ലേ എനിക്കെന്ത് സംസാരിക്കാനാ, അത് ഈ കോപ്പിനോട്. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവൻ പോയ വഴിയെ നോക്കി ദേഷ്യത്തോടെ നിന്നു.